ചിലപ്പോഴൊക്കെ ഓട്ടത്തിനിടയിൽ എവിടെയോ വച്ച് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടാറുണ്ട്. ലക്ഷ്യങ്ങളില്ലാത്ത എന്നാൽ അവസാനമില്ലാത്ത ഒരു നെട്ടോട്ടം. ശ്വാസം മുട്ടിക്കുന്ന ഈ നഗര കാഴ്ചകൾക്കും തിരക്കുകൾക്കുമിടയിൽ മടുപ്പ് തോന്നുമ്പോൾ മനസ്സിലൊരു വിളി വരും. ഒരു മടക്കയാത്രയുടെ വിളി. പച്ചപ്പിലേക്കും പഴയ ഓർമ്മകളിലേക്കും പിന്നെ കുറച്ച് സമാധാനത്തിലേക്കും. കാലം ഒരുപാട് മാറിയിരിക്കുന്നു. പക്ഷേ ഈ മണ്ണിലെ കാറ്റിനും ഇവിടുത്തെ മനുഷ്യർക്കും ഇപ്പോഴും ആ പഴയ ഗന്ധമാണ്. നമ്മൾ നേടിയെന്ന് കരുതുന്ന വലിയ വിജയങ്ങളെക്കാൾ എത്രയോ വലുതാണ് മറന്നുപോയ ഒരു 10 രൂപയുടെ കടം വീട്ടുന്നതിലെ സന്തോഷം. കണക്ക് പുസ്തകങ്ങളിൽ ഇല്ലാത്ത ചില ലാഭങ്ങളുണ്ട്. ജീവിതത്തിൽ സമാധാനം പോലെ, ഒരു പുഞ്ചിരി പോലെ ജീവിതം പണത്തിന് പിന്നാലെയുള്ള ഓട്ടം മാത്രമല്ലെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ ഇങ്ങനെ ചില മടക്കയാത്രകൾ ആവശ്യമാണ്. നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്ന യാത്രകൾ. യന്ത്രങ്ങളെ പോലെ ഓടിത്തീർക്കുന്ന ദിവസങ്ങൾ, ആരുടെയൊക്കെയോ ലാഭത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുക്കുന്ന തിരക്കുകൾ, ഇടയ്ക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മറന്നുപോയ ഒരു ജീവിതം. അങ്ങനെ ഒരു നിമിഷത്തിലാണ് അയാൾക്ക് തോന്നിയത് തനിക്ക് തിരിച്ചു പോകണമെന്ന്. നഷ്ടപ്പെട്ടു പോയ അയാളെ തന്നെ തിരഞ്ഞ് തന്റെ ഗ്രാമത്തിലേക്ക്. നഗരത്തിന്റെ കറുത്ത റോഡുകൾ മാറി പച്ചപ്പിന്റെ മണം വീശുന്ന ഇടവഴികൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലെ ഭാരം പകുതി കുറഞ്ഞതുപോലെ. ജനാലയിലൂടെ വരുന്ന തണുത്ത കാറ്റിനു പോലും അയാളോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ആ കവലയിലെ പഴയ ചായക്കട, അവിടെ ഇപ്പോഴും മാറ്റമില്ലാതെ ആ പഴയ ബെഞ്ചും റേഡിയോയും. അവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ചപ്പോൾ കിട്ടിയ സമാധാനം ലക്ഷങ്ങൾ വിലയുള്ള എയർ കണ്ടീഷൻ മുറികളിൽ അയാൾക്ക് കിട്ടിയിരുന്നില്ല. പക്ഷെ അയാളെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. ചായ കുടിച്ച് കാശ് കൊടുക്കാൻ നേരം ആ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, പഴയ 10 രൂപയുടെ ബാക്കി കൂടെ ഇപ്പോൾ തന്നേക്കണേ എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ച വകയിൽ താൻ കൊടുക്കാനുണ്ടായിരുന്ന 10 രൂപ. ലോകം മുഴുവൻ കീഴടക്കാൻ പോയ താൻ തന്റെ വേരുകൾ ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയതെന്ന് ആ നിമിഷം അയാൾ തിരിച്ചറിഞ്ഞു. ആ വലിയ നോട്ടുകൾ വാങ്ങാൻ അദ്ദേഹം വിസമ്മതിച്ചു. അദ്ദേഹത്തിന് വേണ്ടത് അയാളുടെ പഴയ ചിരി മാത്രമായിരുന്നു. ചില മടക്കയാത്രകൾ അങ്ങനെയാണ്. നമ്മൾ എവിടെയാണ് എത്തിയത് എന്നല്ല, എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കും. സമാധാനം തേടി കാതങ്ങൾ ഓടുന്ന നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന സത്യമാണ്.